നീതി ആയോഗ് യോഗത്തിൽ പ്രസംഗം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്റെ മൈക്ക് ഓഫ് ചെയ്തുവെന്നാരോപിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയത് വൻ ചർച്ചയായിരിക്കുകയാണ്. BJP മുഖ്യമന്ത്രിമാർക്ക് 10 മുതൽ 20 മിനിറ്റ് വരെ നൽകിയെന്നാണ് മമതയുടെ പ്രധാന പരാതി. കേന്ദ്രം ബംഗാളിനെ അപമാനിക്കുകയാണെന്നും തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുകയും പ്രതിപക്ഷത്തെ അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് മാധ്യമങ്ങളോട് മമത പറഞ്ഞത്. പിന്നാലെ മമതയുടെ നിലപാടിൽ പ്രതികരണവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും രംഗത്തെത്തി. മമത തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കുറ്റപ്പെടുത്തിയ നിർമ്മല അവർക്ക് സംസാരിക്കാൻ സമയം നൽകിയെന്നും മൈക്ക് ഓഫ് ചെയ്തില്ലെന്നുമാണ് പറയുന്നത്. ഞങ്ങളെല്ലാവരും കേട്ടതാണ് മമത സംസാരിക്കുന്നത്. അവർക്ക് അനുവദിച്ച മുഴുവൻ സമയവും അവർ സംസാരിച്ചു. അവർക്ക് മുന്നിലുള്ള സ്ക്രീനിൽ സമയം കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ സമയം ചില മുഖ്യമന്ത്രിമാർ സംസാരിക്കാൻ എടുത്തിട്ടുണ്ട്. അവരുടെ ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിരുന്നു. മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് ബംഗാൾ മുഖ്യമന്ത്രിയുടേത്. മമത തെറ്റിദ്ധാരണ പരത്തുകയാണ്, നിർമ്മല പറഞ്ഞു. മമത യോഗത്തിൽ പങ്കെടുത്തതിൽ തനിക്ക് സന്തോഷമുണ്ടെന്ന് പറഞ്ഞ നിർമ്മല അവർ ഇന്ത്യ സഖ്യത്തെ സന്തുഷ്ടരാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. മമതയുടെ മൈക്ക് ഓഫ് ചെയ്തില്ലെന്നും അവർ തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് വ്യക്തമാക്കി കേന്ദ്രവും രംഗത്തെത്തി. അവർക്ക് സംസാരിക്കാനുള്ള സമയം മാത്രം കാണിക്കുകയാണ് ഉണ്ടായത്. ബെല്ല് പോലും അടിച്ചില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ മമതയുടെ നിലപാടിൽ പ്രതിപക്ഷ കക്ഷികളും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. BJP സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നയങ്ങൾക്കെതിരായ പ്രതിപക്ഷ ഐക്യം തകർക്കാൻ മമതാ ബാനർജിയുടെ ശ്രമമാണ് യോഗത്തിന് പങ്കെടുത്തതിന് പിന്നിലെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ കൂട്ടായ്മയിലെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി മമത നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുത്തു. മാത്രമല്ല മമതയുടെ അനന്തരവൻ കൂടിയായ അഭിഷേക് BJPയുമായി പലപ്പോഴും നീക്കുപോക്കുകൾ നടത്തുന്നുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചതിൽ പ്രതിഷേധിച്ച് നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനുള്ള പ്രഖ്യാപനം അതത് സംസ്ഥാനങ്ങളിലാണ് BJP ഇതര മുഖ്യമന്ത്രിമാർ നടത്തിയത്. ബജറ്റിൽ ബംഗാളിനെ അവഗണിച്ചതായി മമതയും പ്രതികരിച്ചതാണ്. നീതി ആയോഗ് യോഗത്തിൽ മമതയും പങ്കെടുക്കില്ലെന്ന സൂചനയും നൽകി. വെള്ളിയാഴ്ച വൈകിട്ട് നാടകീയമായ നിലപാട് മാറ്റിയ മമത ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും നീതി ആയോഗ് യോഗത്തിന് വരുമെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ സോറനടക്കം 7 മുഖ്യമന്ത്രിമാർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമായി. ഡൽഹിയിലെത്തിയ മമത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയെ കണ്ടു. കോൺഗ്രസ് നേതാക്കളെ കാണുമോ എന്ന ചോദ്യത്തോട് അതിന്റെ ആവശ്യം എന്താണെന്ന് ക്ഷുഭിതയായി ചോദിക്കുകയും ചെയ്തു. ഏതാനും ദിവസം മുമ്പ് മുംബൈയിലെത്തിയ മമത NCP അധ്യക്ഷൻ ശരത് പവാറിനെയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ DMC സംഘടിപ്പിച്ച റാലിയിൽ SP അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ അതിഥിയായി പങ്കെടുപ്പിച്ചു. നേരത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിൽ TMC എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിക്കുന്നതിലും താല്പര്യമില്ലാത്ത TMCയും മമതയും BJPയെ പരോക്ഷമായി സഹായിക്കുന്ന നീക്കങ്ങളാണ് നടത്തുന്നതെന്നും പ്രതിപക്ഷ കക്ഷികളിൽ അടക്കം പറച്ചിലുണ്ട്.